എന്തോ വലിയ സംഭവവുമാകുന്നു. അപ്പോൾ ഉസ്താദുമാരൊക്കെ ഏതാണ്ട് ഇപ്പൊ ഇതേ മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നല്ലതാണ്, വളരെ നല്ലതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ദിവസം ശനിയാഴ്ചയാണ് ഈ ചളി സൃഷ്ടിച്ചത്. നമ്മൾ എന്തെങ്കിലും രണ്ട് ചളി അടിക്കും. നമ്മൾ ഇപ്പോഴല്ലേ ചളിയെ കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ മണ്ണ്, ചളി, വെള്ളം, തമാശ, കോമഡി, ട്രോള്, ഇതൊക്കെ അള്ളാഹു സൃഷ്ടിക്കാൻ ഒരു ദിവസം എടുത്തു. നമുക്കൊക്കെ ഒരു സെക്കൻഡ് മതി ഒരു ചളി അടിക്കാനല്ലേ. പഠിച്ചോന്ന് ഒരു ദിവസം എടുത്തിട്ട് അല്ല, ഈ ശനിയാഴ്ച ദിവസം തന്നെ എന്തായിരിക്കും തെരഞ്ഞെടുത്തതെന്നറിയില്ല കേട്ടോ. ചിലപ്പോഴേ കൊല്ലവർഷം ഉണ്ടാക്കിയത് കൊല്ലത്ത് നിന്നാണെന്ന് കഴിഞ്ഞ ദിവസം നവാസ് മന്നാനി പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പൊ തിങ്കൾ ചൊവ്വ ചൊവ്വയിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഉണ്ടാക്കിയത്. പോവല്ലേ, ഞാൻ വേറെ രസകരമായിട്ടുള്ളൊരു കാര്യം കൂടെ ഇതിനകത്തൂടെ നിർത്തി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ദിവസം ശനിയാഴ്ചയാണ് ഈ ചളി സൃഷ്ടിച്ചത്. നമ്മൾ എന്തെങ്കിലും രണ്ട് ചളി അടിക്കുമ്പോൾ ആൾക്കാരത് മോശമായിട്ട് പറയും. ഇപ്പൊ കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് ചളിയാണ്. നമ്മളെങ്ങനെ അടിക്കാതിരിക്കാൻ? ഭൂമിയിലുള്ള മണ്ണ് ചളി സൃഷ്ടിച്ചത് രണ്ടാമത്തെ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. രണ്ടാമത്തെ ദിവസം എന്നല്ല, ഞായറാഴ്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങളെ സൃഷ്ടിച്ചത്. അതെ, ഞായറാഴ്ചയാണ് ഫുള്ള് JCB എടുത്ത് കൂട്ടി ഉണ്ടാക്കിയിട്ട് പർവ്വതങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ അന്നാണ് കിട്ടിയത്. മൂന്നാമത്തെ ദിവസമാണ് അഥവാ തിങ്കളാഴ്ച ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരങ്ങളെ സൃഷ്ടിച്ചത്. അല്ല മൗലവി, ഖുർആനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അതിനോട് പറയപ്പെട്ടാൽ അത് ഉണ്ടാവുന്നു. പിന്നെ ഇത്ര ദിവസം കാത്തിരിക്കേണ്ട എന്താ ആവശ്യപ്പെട്ടുണ്ടായിരുന്നു? ഞാൻ ഇപ്പൊ ആ പോയിന്റ് ഓർത്തിട്ടേ ഉള്ളൂ. കുൻ ഏതെങ്കിലും ഒന്നിനോടുണ്ടാക എന്ന് അല്ലാഹു പറഞ്ഞാൽ ഫയകൂൻ, അതുണ്ടാകലാണെന്ന്. പിന്നെ എന്തിനായിരിക്കും അല്ലാഹു ഒരു ദിവസം മൊത്തം 24 മണിക്കൂർ അധ്വാനിക്കുവാണ് ചളി അടിക്കാൻ വേണ്ടി, ചളി ഉണ്ടാക്കാനേ. പർവ്വതങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 24 മണിക്കൂർ കഷ്ടപ്പെടുന്നു പഠിച്ചോൻ. മലകൾ ഉണ്ടാക്കാൻ 24 മണിക്കൂർ കഷ്ടപ്പെടുന്ന പടച്ചവന്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ഈ ചളി അങ്ങോട്ട് അടിക്കുന്നത്. ഉണ്ടാക്കാൻ പടച്ചോൻ പെട്ട പാടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? പൊറോട്ട അടിക്കാൻ വേണ്ടി മൈദാമാവ് അനുഭവിച്ച ത്യാഗങ്ങൾ അറിയാതെയാണ് പൊറോട്ട തിന്നിട്ട് മയമില്ല, അടിച്ച പൊറോട്ടയല്ല, വെന്തിട്ടില്ല, അത് നന്നായിട്ട് അടിച്ചിട്ടില്ല, ലെയറുകളായിട്ടില്ല. ഇന്നിങ്ങനൊക്കെ നമുക്കിരുന്ന് കുറ്റം പറഞ്ഞാൽ മതി. ആ പൊറോട്ട ആ രൂപത്തിലായി നമ്മുടെ പ്ലേറ്റിലേക്ക് വരാൻ ആ മൈദാമാവ് അനുഭവിച്ച യാതനകൾ ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. ഇതിലേറെ രസകരമായിട്ടുള്ളൊരു വസ്തുതയുണ്ട് കേട്ടോ. ഞാൻ പിന്നീട് മറന്നു പോകും. ഞാൻ ഇതുമായിട്ട് അത് നിങ്ങൾക്കൊന്ന് കൂട്ടി ചേർത്ത് തരാം. ഓരോന്നും ഉണ്ടാക്കാനേ പഠിച്ചോണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വേറെ ഒരു സംഗതി കണ്ടായിരുന്നു. ഫുട്ബോളിൽ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഉസ്താദ് പറയണത് ഞാൻ കണ്ടിരുന്നു. ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ അത് ആലോചിച്ചില്ല കേട്ടോ. നമ്മളിപ്പോൾ ചളി ഉണ്ടാക്കാനും മല ഉണ്ടാക്കാനും ഒക്കെ പഠിച്ചോ ബുദ്ധിമുട്ടതിനെ കുറിച്ചിട്ടല്ലേ കേട്ടിട്ടുള്ളൂ. ഏപ്പിട്ടത് ഫുട്ബോൾ അത് ഒരു വല്ലാത്തൊരു അറിവാണത് കേട്ടോ. അല്ല, അത് പെണ്ണുങ്ങൾ ചീട്ട് കളിക്കുന്നതാണ്. എനിക്ക് ഞാൻ എടുത്തരാം കിട്ടി. ഒരു മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് എനിക്ക് മുടിയാട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതല്ല, വിട്ടത് നോക്കട്ടെ. എല്ലാവരും അതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായി പോകും കേട്ടോ. ഒരു ഐഡിയയും ഇല്ലല്ലോ. എവിടെയാണ് ഞാനത് എടുത്തിട്ട് നടന്നത്? നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാകുമല്ലോ. ശടാ, കിട്ടി. കിട്ടണമല്ലോ. അതങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന സംഗതിയാണോ? മൂത്രസഞ്ചി പൊട്ടിച്ച്
ഓക്കെ, പന്നിയുടെ മൂത്രസഞ്ചി പൊട്ടിച്ചെടുക്കുക. ഞാനത് മൊത്തം എടുത്ത് തരാം കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കിട്ടത്തില്ല. ഞാൻ എനിക്ക് ഒരുപാട് ഫയൽസ് എടുത്തിടാൻ പറ്റാത്തത് കൊണ്ടാണ്, ഒരുപാട് ഫയൽസുകൾ എടുത്തിടാൻ പറ്റാത്തത് കൊണ്ട് ഞാനതിൻ്റെ ലിങ്കുകൾ ഇങ്ങനെ എടുത്ത് സൂക്ഷിക്കാറുണ്ട്. പിന്നീട് ചില സമയം എടുക്കുമ്പോഴേക്ക് ചില ലിങ്കുകളൊന്നും ഓപ്പൺ ആകത്തു പോലുമില്ല. മുള്ളൂർക്കര മുന്തൽ സക്കാഫിയല്ല, ഈ റഹ്മത്തുള്ള കാസ്മി മൂത്തേടമുണ്ടല്ലോ, ചില സമയത്തൊക്കെ നല്ല കൊടുക്കൽ കൊടുക്കും കേട്ടോ നമ്മുടെ മുജാഹിദ് മൗലവിമാർക്കൊക്കെ. എബി തോമസ് സുഖാണ്. ഫുട്ബോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് കേൾക്കണം. കഴിഞ്ഞ ഈ ഫുട്ബോൾ ടൂർണമെന്റ് നടന്ന സമയത്താണ് നമ്മുടെ റഫീഖ് സലഫി പറഞ്ഞത്, മെസ്സിയുടെ ഒക്കെ തൊട കാണുന്നു, റൊണാൾഡോയുടെ തൊട കാണുന്നു, ഇത് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. ഇതൊക്കെ കണ്ടിട്ട് വീഡിയോ ചെയ്യാൻ ആപ്പുണ്ട്. എൻ്റെ ഗാലറി മൊത്തം നിറഞ്ഞു കിടക്കുകയാണ്. ഗാലറിയിൽ ഇങ്ങനെ വീഡിയോസ് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഗാലറി ഫില്ലായി പോകുമല്ലോ, അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എടുത്തിടാത്തത്. അപ്പോൾ ഞാൻ ലിങ്ക് മാത്രം എടുത്തിടും. അപ്പോൾ ഈ പിന്നെ മെസ്സിയുടെയും റൊണാൾഡോയുടെയും ഒക്കെ തൊട കാണുന്നത് വലിയ പ്രശ്നമാണെന്ന് പെണ്ണുങ്ങൾ വീട്ടിൽ വന്നിട്ടേ അതിനൊക്കെ റൊണാൾഡോയുടെ തൊട. അങ്ങനെ ഉസ്താദിന് വല്ലാത്ത വിഷമം തോന്നി. ഉസ്താദന്മാരെയൊക്കെ എടുത്ത് താത്താമാരെടുത്ത് കിണറ്റിലിടുകയാണേ തൊടയില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇനി മുതൽ കന്തൂറയിട്ട് കളിക്കട്ടെ. മറ്റേ ഉസ്താദന്മാരൊക്കെ ഇടുന്ന ഒരു ചുബയില്ലേ അറബികൾ ഇടുന്നേ, അതുപോലത്തെ ഇട്ട് മെസ്സി റൊണാൾഡോ ഒക്കെ ഗ്രൗണ്ടിനകത്ത് കളിക്കുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കി. ശരി, അപ്പോൾ ഫുട്ബോൾ സൗണ്ടില്ലേ? അതില് പന്നിയുടെ തന്നെ പന്നിയെ അറുത്ത് പന്നിയുടെ മൂത്രസഞ്ചി പൊട്ടിച്ച് അതില് പന്നിയുടെ തന്നെ ചില ആന്തരാവയവങ്ങളും മറ്റും തള്ളി കയറ്റിയിട്ട് കെട്ടും, തുണി കൊണ്ടും മറ്റും കെട്ടും. അതാണ്, അതുകൊണ്ടാണ് ഫുട്ബോളിൽ കാറ്റടിക്കുന്ന ഭാഗത്തിന് ബ്ലാഡർ എന്ന് പേരിട്ടത്. ബ്ലാഡർ, എന്താ ബ്ലാഡറിന്റെ അർത്ഥം? മൂത്രസഞ്ചി. ഈ അറിവുകളൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഖുർആനും ഹദീസും ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ പറയാൻ പറ്റുന്നത് ഇതുപോലെയുള്ള വിവരക്കേടുകളാണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ഫുട്ബോൾ പുതിയ അറിവുകളല്ലേ അല്ലേ? ഇതിനെ നമുക്ക് അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതാണോ? പന്നിയുടെ തന്നെ മൂത്രസഞ്ചി എന്തിനായിരിക്കും എടുത്തത്? വേറൊരു ജീവിക്ക് മൂത്രസഞ്ചി ഇല്ലേ? കുറച്ച് കട്ടി കിട്ടാനായിരിക്കും. പന്നിക്ക് നല്ല തൊലിക്കട്ടിയല്ലേ അല്ലേ? പെട്ടെന്ന് അറുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടായിരിക്കും. എന്തായിരുന്നാലും ഇതുപോലെയുള്ള പുതിയ അറിവുകൾ കിട്ടണമെങ്കിൽ ഈ വക ഐറ്റങ്ങൾ തന്നെ വരണം കേട്ടോ. അങ്ങനെ പന്നിയെയും വെറുതെ വിടില്ല എന്ന് ഏതാണ്ട് ഉസ്താദുമാര് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനിയും നിങ്ങൾ പോകരുത്, അടാർ ഐറ്റം വരുന്നുണ്ട്.